അലക്സ്, അതിൽ ഒരു കാര്യം കൂടി, ഈ ഫ്ലെക്സ് പോര് ഇന്നും തുടരുന്നുണ്ട്. പലയിടങ്ങളിലും നേതാക്കളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ വരുന്നു. അതിൽ ചില നേതാക്കൾ, ഇപ്പോൾ വി ഡി സതീശന്റെ ഫ്ലെക്സിന് നേരെ കരിയോയിൽ പ്രയോഗമുണ്ടാകുന്നു, KCയുടെ ഫ്ലെക്സിന് നേരെ കരിയോയിൽ പ്രയോഗമുണ്ടാകുന്നു. ഒപ്പം തെരുവിലിറങ്ങിയുള്ള പ്രകടനങ്ങൾ വി ഡി സതീശിന് വേണ്ടി പലയിടത്തും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം ഈ നിരീക്ഷകർ അതെല്ലാം അവർ നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറയുന്നത് ഹൈക്കമാൻഡിനോടുള്ള ഒരു നിഷേധാത്മക സമീപനമായിട്ടാണ് ആ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയുള്ള നിലയിൽ ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടോ? ആ നിലയിൽ എന്തെങ്കിലും പ്ലാനുകൾ, പദ്ധതികളൊക്കെ ഈ നേതാക്കന്മാരെ അനുകൂലിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നുണ്ടോ? അമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് വിധി വരുന്നതിന്റെ തലേ ദിവസം തന്നെ KPCC ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തോടു കൂടി ഒരു സർക്കുലർ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയിരുന്നു. പ്രധാനപ്പെട്ട അവരുടെ എല്ലാ ഘടകങ്ങൾക്കും അതുപോലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയിരുന്നു. അതിൽ പറയുന്നത്, ഈ വിധി വന്നു കഴിഞ്ഞാൽ, അതായത് ജനവിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന വിജയാഹ്ലാദം അത് സമാധാനപരമായിരിക്കണം, പോലീസ് കേസുകളൊന്നും ഉണ്ടാകരുതെന്നുള്ളൊരു നിർദ്ദേശം അതിൽ ആമുഖമായി നൽകുന്നുണ്ട്. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കൂടി അതിലുണ്ട്. അതായത് ഫലം വന്നു കഴിഞ്ഞാലുള്ള കാര്യമാണ് രണ്ടാമത് വിശദീകരിക്കുന്നത്. വിവാദങ്ങൾക്കിടവരുന്ന യാതൊരു നടപടിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നാണ് ആ നിർദ്ദേശത്തിൽ, ആ സർക്കുലറിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു സർക്കുലർ KPCC പുറപ്പെടുവിച്ചത്. പക്ഷേ ആ സർക്കുലറൊക്കെ പൂർണ്ണമായി കാറ്റിൽ പറത്തിയാണ് കോൺഗ്രസ് അണികളും അവർക്ക് വേണ്ടി, അതായത് കോൺഗ്രസ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ ഗ്രൂപ്പുകൾ, അവരുടെ ബ്രിഗേഡുകളും എല്ലാം തെരുവിലുള്ളത്. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അച്ചടക്കമില്ലായ്മ തന്നെയാണ്. അത് സംഘടനാ അച്ചടക്കത്തിന് വിരുദ്ധമാണ് എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. സ്വാഭാവികമായി ഇത് ഹൈക്കമാൻഡ് അവിടെ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ലംഘിച്ച്, അല്ലെങ്കിൽ പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ച് തെരുവിലിറങ്ങിയത് ഏതൊക്കെ നേതാക്കൾക്ക് വേണ്ടിയാണ്, അതേത് വിധത്തിൽ പ്രഷർ ചെലുത്തുന്നതാണ്, സമ്മർദ്ദ തന്ത്രമാണോ തുടങ്ങിയവയൊക്കെ സ്വാഭാവികമായി അത്തരത്തിൽ വരും. അതായത് പൊതുവികാരം എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ സംഘടനാ വിരുദ്ധ നടപടി എന്നോണം ഹൈക്കമാൻഡ് അവിടെ അവതരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണണം. ഈ വിഷയങ്ങൾ കൂടി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അമൽ. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.